തന്ത്രി കണ്ഠരര് രാജീവരുടെ സാന്നിധ്യത്തിൽ വൈകിട്ട് 4 മണിക്ക് മേൽശാന്തി അരുൺകുമാർ നമ്പൂതിരി നട തുറക്കുന്നതോടെ ഈ വർഷത്തെ മകരവിളക്ക് തീർത്ഥാടനത്തിന് തുടക്കമാകും. നട തുറന്ന ശേഷം മേൽശാന്തി സന്നിധാനത്തെ ആഴിയിൽ അഗ്നി പകരും. ഇതിനുശേഷം ഭക്തർ 18-ാം പടി ചവിട്ടി ദർശനം തുടങ്ങും. മകരവിളക്കുത്സവത്തിനായുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി എക്സിക്യൂട്ടീവ് ഓഫീസർ മുരാരി ബാബു. മകരവിളക്ക് തീർത്ഥാടനത്തിൻ്റെ ഒരുക്കങ്ങൾ നട തുറക്കുകയാണ്. അതിന് മുൻപായി നമ്മൾ ചെയ്യേണ്ടതെല്ലാം ശ്രദ്ധയിൽപ്പെട്ടതും അല്ലെങ്കിൽ മുൻ അനുഭവങ്ങളിൽ കൊണ്ട് അറിയാവുന്നതുമായ അത്യാവശ്യം എല്ലാ കാര്യങ്ങളും പൂർത്തിയാക്കിയിട്ടുണ്ട്. മകരവിളക്ക് തീർത്ഥാടനം കണക്കിലെടുത്ത് പമ്പയിൽ സ്പോട്ട് ബുക്കിംഗ് കൗണ്ടറുകളുടെ എണ്ണം വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞ ദിവസം ചേർന്ന അവലോകന യോഗത്തിൽ തീരുമാനമായിട്ടുണ്ട്. 60 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്ക് പ്രത്യേക കൗണ്ടറുകൾ ഉണ്ടാകും. മണ്ഡലകാലത്തെ കണക്ക് പ്രകാരം 32,79,761 ഭക്തരാണ് ഇത്തവണ ശബരിമല ദർശനത്തിനായി എത്തിയത്. വരുമാനത്തിലും വലിയ വർധന ഉണ്ടായിട്ടുണ്ട്. ജനുവരി 14-നാണ് മകരവിളക്ക്. തുടർന്ന് 19 വരെ ഭക്തർക്ക് ശബരിമലയിൽ ദർശനം അനുവദിക്കും. 20-ന് പന്തളം രാജാവ് ദർശനം നടത്തിയ ശേഷം നട അടയ്ക്കും. മാതൃഭൂമി ന്യൂസ്, സന്നിധാനം.